ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ബാബുജി സ്കൂളിലെ ഓണപ്പരിപാടി ആഘോഷം കാണാൻ വന്നതാണ്. അപ്പം എൻ്റെ അമ്മ സ്കൂളിലെ ടീച്ചറാണ്. അപ്പം അമ്മ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ വന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു. പൂക്കളൊക്കെ ഇട്ട് ഭയങ്കര കുട്ടികളുടെ ഡാൻസും പാട്ടും അങ്ങനെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എത്തുമ്പോഴേക്കും പൂക്കളമൊക്കെ ഇട്ടത് അവർ എടുത്തു കഴിഞ്ഞു. എനിക്കത് കിട്ടിയില്ല, ആ ക്യാപ്ചർ മാത്രം. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ ഭയങ്കര വൈബായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓണം അടിച്ച് പൊളിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഒന്ന് ഓർമ്മ വരികയാണ്. ഒരു ഓണാഘോഷ പരിപാടിയിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്നത് എന്നൊക്കെ. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് എനിക്കിത് കാണാൻ. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഓണാഘോഷം എങ്ങനെയാണെന്ന് നിങ്ങൾ നമ്മളോട് പറയുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ ഡാൻസും ഭയങ്കര രസമായിരുന്നു കാണാൻ. കുട്ടികളുടെ വൈബ് തന്നെയാണ്, പറയാൻ പറ്റില്ല. ബാബുജി സ്കൂള് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്താണ് സ്കൂൾ, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എത്താനും പറ്റി. കുട്ടികളുടെ ഡാൻസൊന്നും എനിക്ക് മിസ്സായില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് executive members, parents, colleagues, and my beloved children. So this is the time of ഹസീന ടീച്ചർ നന്നായി പഠിപ്പിക്കുന്നുണ്ടാ? എങ്ങനെയാ ഹസീന ടീച്ചർ? സൂപ്പറാ. ഹലോ നിങ്ങളെ, ഹലോ ഹസീന ടീച്ചർ തല്ലൂല്ലേ? ഇല്ലല്ലോ. എന്താണെന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടല്ലോ എല്ലാവരും. എന്താണ് സ്പെഷ്യല്? എന്താണ് ദിവസം? ഓണം സെലിബ്രേഷൻ അല്ലേ സ്കൂളിൽ? ഓണത്തിന് നമ്മളെ കാണാൻ ആരാ വരുന്നത്? മഹാബലി വരും അല്ലേ? മഹാബലി ആരുടെ മകനാ? അറിയില്ല. അങ്ങനെ പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് സദ്യ കൊടുക്കുക എന്നുള്ളതിൽ എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പിന്നെ ഇവിടെ കാണുന്ന കുഞ്ഞു മാവേലിയില്ലേ, അതെൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ മോനാട്ടോ. നല്ല രസമല്ലേ കാണാൻ? ക്യൂട്ടായിട്ടൊരു കുഞ്ഞു മാവേലി. ഓൻ്റെ വൈഫുമാണ് അവിടെ ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കുഞ്ഞു മാവേലിനെ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ക്ലാസ് ടീച്ചറാണല്ലേ? എന്താണ് ക്ലാസ് ടീച്ചർ? എങ്ങനെയാണ്? നല്ല തമാശ പറയോ? ഇത്തിരി ബാഗിലേക്കൊക്കെ
ലീവൊക്കെ എടുത്ത് തല്ലുവോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓണാഘോഷിക്കാൻ വന്നാണല്ലേ? ടീച്ചറുടെ കൂടെ. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചില്ല? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾറെഡി മത്സരാർത്ഥി ഒരുപാട് പേരുണ്ടായിരുന്നു. ജയിച്ചത് ആരാന്ന് ഞാൻ കണ്ടില്ല ഗൈസ്. എന്തായാലും ജയിച്ച ആൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾറെഡി മത്സരം. പിന്നെ എൻ്റെ അമ്മയുടെ ചെറിയൊരു ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എൻ്റെ പുതിയൊരു ഫ്രണ്ടാണ്. എന്തായാലും അങ്ങനെ സദ്യ കഴിക്കാനുള്ള കൊതി കൊണ്ട് സദ്യ ഇലയൊന്ന് ഓരോരുത്തരെ ഭയങ്കരമായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഫുഡ് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊതുവെ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ കാറ്ററിങ് ഭയങ്കര അടിപൊളിയാണ്. MR കാറ്ററിംഗ് എന്നാണ് തോന്നുന്നു, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല, എനിക്ക് മറന്നുപോയി എൻ്റെ പേര് ശരിക്കും എന്താണ്. അപ്പോൾ എന്തായാലും ഫുഡ് പറയാതിരിക്കാൻ വയ്യ, ഫുഡ് അടിപൊളി ഫുഡാണ്. അങ്ങനെ ഓരോരുത്തർ വിളമ്പി എനിക്ക് എന്തായാലും നന്നായി. ഞാൻ ഫുഡ് കഴിച്ചു, ആരും ഫുഡ് കഴിച്ചു. അങ്ങനെ എൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.